ശാന്തി. ഈ ലോകം എത്ര തന്നെ മോശമായി എന്ന് പറഞ്ഞാലും ഒരുപാട് നല്ല ആളുകളും നല്ല ചിന്തകളും നല്ല മനസ്സുകളുടെയും സപ്പോർട്ടാണ് ഈ ലോകത്തെ എന്നും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ കുറച്ച് നല്ല മനസ്സുള്ള ആളുകളുടെ ഉള്ളിൽ നിന്നതായിരിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ സപ്പോർട്ടാണ് എത്ര തന്നെ ലോകത്തിൻ്റെ അവസ്ഥ മോശമാണെങ്കിലും അതിനെ താങ്ങി നിർത്തുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോസിറ്റീവായിരിക്കുന്ന ചിന്തകളുടെ ഒരു പ്രവാഹം നമുക്കുണ്ടാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ആളുകളുമായിട്ടുള്ള സംഘത്തിൽ വരാനും അവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ തന്നെ അതിശയിച്ചു പോവും, ഇത്രയും നല്ല ആളുകളും ഉണ്ടല്ലേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവും. അഥവാ ഭഗവാനോട് താങ്ക്സ് പറഞ്ഞു പോവും. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയുകയാണ്. ഒരിക്കൽ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ രാത്രി തകർത്ത് പെയ്യുന്ന മഴയിൽ വണ്ടിയുടെ ടയർ പഞ്ചറായിപ്പോയി. ഞങ്ങളുണ്ടായിരുന്ന മുഴുവൻ സിസ്റ്റേഴ്സാണ്. ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭായിയാണ്. ഒറ്റയ്ക്ക് അവരെ കൊണ്ട് ആ വണ്ടിയുടെ ടയർ മാറ്റാൻ സാധ്യമല്ലായിരുന്നു. അതിൽ കടന്നു പോകുന്നതായിരിക്കുന്ന വഴിയാത്രക്കാരെ അടുത്ത് മൊബൈൽ കാണിച്ചുകൊണ്ട് സഹായത്തിന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ഭഗവാനോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞു. ഭഗവാനെ, ഇത്ര എല്ലാ മനുഷ്യന്മാരും എന്ത് വേണം ചോദിക്കുക. പല വണ്ടികളും നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ വണ്ടികളിൽ ഇരിക്കുന്നവരോട് നമുക്ക് സഹായം പറയാനാവില്ല, അവരങ്ങനെ യാത്രക്കാരാണെന്ന് തോന്നി. അവസാനം വന്ന ഒരു വണ്ടിയിൽ 2 ഭായിമാർ വന്നു. അവരുടെ പേരൊന്നും എനിക്കറിയില്ല, എന്നാലും ഇന്നും ഞാൻ അവർ നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. അവർ വന്ന സമയത്ത് അവരുടെ അടുത്ത് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ പേരെനിക്കറിയില്ല, അവർ പോകുന്ന കാര്യം എനിക്കറിയില്ല, അവർക്ക് യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലം എനിക്കറിയില്ല, അവരെ മുന്നും പരിചയമില്ല, ഇന്നും അവരെ നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും ആ ഭായിമാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ആ രാത്രിയിൽ തണുത്ത വയനാട്ടിലെ മഴയിൽ രാത്രി നിർത്താതെ പെയ്യുന്ന മഴ, തണുപ്പ്, അതിൻ്റെ ഉള്ളിൽ ആ ചളിയിലും അവർ വിരിച്ചു കിടന്ന് അവർ ആ വണ്ടിയിൽ വീട് നന്നാക്കി തന്ന് പറഞ്ഞയച്ചപ്പോൾ ഞാൻ അവരോട് ഓടിപ്പോയിട്ട് പറഞ്ഞു, ഭായിമാരെ വളരെയധികം താങ്ക്സ് കേട്ടോ, നിങ്ങളുടെ ഈ സഹായം കാരണം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ സ്വസ്ഥമായിട്ട് പോകാനായത് എന്ന്. അവർ പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ദൈവം എന്നൊരാൾ മുകളിലുണ്ടല്ലോ സിസ്റ്ററെ, ദൈവത്തിൻ്റെ സഹായമാണ് നിങ്ങൾ വിചാരിച്ചാൽ മതിയെന്ന്. തീർച്ചയായിട്ടും ഒരുപാട് മനുഷ്യ മനസ്സുകളിൽ ആ നന്മയുടെ വിത്ത് ഇന്നും ഉള്ളതുകൊണ്ടാണ് ഈ ഭൂമി ഇപ്പോഴും ഇത്രയും സുഖമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നിപ്പോവും. ഞാൻ വേറൊരു കഥ കൂടി, ഒരു കൊച്ചു കുട്ടിയുടെ കഥ കൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. ഒരു 6 വയസ്സുകാരനായിട്ടുള്ള ആൺകുട്ടി കടൽ തീരത്ത് നിന്ന് അവൻ്റെ വീട്ടിലേക്ക് 4 വയസ്സുകാരിയായിട്ടുള്ള കൊച്ചനിയത്തിയുടെ കൈയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. വലിയ രക്ഷകൻ്റെ ഭാവത്തിൽ ചേട്ടനും ഒരു അച്ഛൻ്റെ കൂടെ മകൾ നടക്കുന്ന പോലെ അത്രയും സുരക്ഷിതത്വ ഭാവത്തിൽ അനിയത്തിയും. അങ്ങനെ തിരക്കിലൂടെ നടക്കുന്നതിലിടയ്ക്ക് വെച്ച് പെട്ടെന്ന് ഈ കുഞ്ഞനിയത്തി ഏട്ടൻ്റെ കൈ കുടഞ്ഞുകൊണ്ടൊരു സ്ഥലത്ത് നിന്നു. ഏട്ടൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പാവകളെ വിൽക്കാൻ വെച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു ഫാൻസി ഷോപ്പാണ്. ആ ഷോപ്പിലെ ഒരു പാവയിലേക്ക് ഇങ്ങനെ അനിയത്തി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പോയിട്ട് വലിയ ഉത്തരവാദിത്വ ബോധത്തോടെ ചോദിക്കുകയാണ്, നിനക്ക് ആ പാവയെ വേണോ എന്ന് ചോദിക്കും. അപ്പോൾ അനിയത്തി സന്തോഷത്തോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് തലങ്ങനെ ആട്ടുകയാണ്, എനിക്ക് വേണം. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ആ കടയുടെ ഉടമ അതിൻ്റെ വരാന്തയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ചേട്ടൻ ഈ അനിയത്തിയെയും പിടിച്ചുകൊണ്ട് ആ കടയിലേക്ക് കയറി ചെന്നു. ആ കടയിലുള്ളതായിരിക്കുന്ന സാധനം എടുത്തു കൊടുക്കുന്ന ആളോട് പറയുകയാണ് ആ പാവേനെ ഒന്ന് എടുത്തു കൊടുക്കാൻ. അങ്ങനെ പാവേനെ കയ്യിൽ കിട്ടിയപ്പോൾ ഈ കുഞ്ഞു കുട്ടി സന്തോഷം കൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു, തുള്ളുന്നു. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഈ കടയുടെ ഓണർ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇതിന് എത്ര പൈസയാവും അങ്കിൾ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, മോൻ്റെ കയ്യിൽ എത്ര പൈസയുള്ളേ? അയാൾക്ക് ആ കുട്ടിയുടെ അനിയത്തിയോടുള്ളതായിട്ടുള്ള സ്നേഹവും ആ ഒരു കെയറിങ്ങും ഒക്കെ കണ്ടപ്പോൾ അവനോട് ഭയങ്കര ഇഷ്ടം തോന്നിപ്പോയി. അപ്പോൾ മോൻ്റെ കയ്യിൽ എത്ര പൈസയുള്ളതെന്ന് ചോദിക്കും. അവൻ കീശേന്ന് വലിയ വിലപ്പെട്ടതായിരിക്കുന്ന നിധി എടുക്കും പോലെ കടൽ തീരത്ത് പോയിട്ട് അവർക്ക് പെറുക്കി കിട്ടിയതായിരിക്കുന്ന കൊച്ചു ശംഖുകളെ പോലതായിരിക്കുന്ന സാധനത്തിന് എടുക്കും. എന്നിട്ടിങ്ങനെ എണ്ണി അയാൾക്ക് കൊടുക്കും. അയാൾ കൊടുത്തു കഴിയുമ്പോൾ അതൊക്കെ വാങ്ങിച്ചു അയാൾ നോക്കി. എന്നിട്ട് ആ കുട്ടി ചോദിക്കുകയാണ്, ഇത് മതിയാവോ അങ്കിളും ചോദിക്കുകയാണ്. അപ്പോൾ അല്ല മോനെ, ആ പാവയുടെ വിലയേക്കാൾ ഒരുപാട് കൂടുതലുണ്ട് ഇത് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ 4 ശംഖ് മാത്രം കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഈ മോൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് തന്നെ പിടിപ്പിച്ചു. ഇത് കഴിഞ്ഞ് സന്തോഷമായിട്ട് ചേട്ടനും അനിയത്തിയും കൂടെ തുള്ളിച്ചാടി ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ഇത് കണ്ടു നിൽക്കുന്നതായിരിക്കുന്ന ആ ഷോപ്പിലെ ജോലിക്കാരനാകെ അത്ഭുതപ്പെട്ടു പോയി. അയാൾ ചോദിച്ചു, സാർ ഇത്രയും വിലയുള്ളതായിരിക്കുന്ന ഒരു പാവേനെ കൊടുത്തിട്ട് ഈ ശംഖ് മുഴുവൻ വാങ്ങാണ്ട് ആ ശംഖ് കൂടി കുട്ടിയുടെ കയ്യിൽ 4 എണ്ണം വെച്ചിട്ട് ബാക്കി കൊടുത്തല്ലോ, ഈ മുഴുവൻ ശംഖ് കിട്ടിയാൽ പോലും ഒരു ചില്ലിക്കാശിന് വിലയില്ലെന്നറിയാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലയുള്ള ഒരു പാവേനെ എടുത്തിട്ട് ഒരു കുട്ടിക്ക് കൊടുത്തത് എന്ന് ചോദിക്കുക. അപ്പം അയാൾ പറയും, അതിൻ്റെ വില മതിക്കാനാവാത്ത വിലയാണ്. അവൻ്റെ മനസ്സിൽ ആ ശംഖല്ല,
അതിനേക്കാൾ അപ്പുറം ഞാൻ കണ്ടത് അവൻ്റെ അനിയത്തിയോടുള്ളതായിരിക്കുന്ന സ്നേഹമാണ്. ജീവിതത്തിൽ ഇനിയൊരു കാലഘട്ടം ഇപ്പം അവൻ അറിയില്ലായിരിക്കാം ആ ശംഖ് കൊണ്ട് അവന് പാവി വാങ്ങാൻ കിട്ടില്ല എന്ന്. പക്ഷേ അവൻ വലുതാവുമ്പോൾ ഈ ജീവിതത്തിൽ ദുഃഖവും കഷ്ടപ്പാടും നിറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മോശമായ സാഹചര്യങ്ങൾ, മോശമായ ആളുകളുമായിട്ട് ഇടപഴകേണ്ടി വരുമ്പോൾ ഈ ലോകം മോശമാണ് എന്ന് ചിന്തിക്കും മുന്നേ ഈ ഒരു ദൃശ്യം അവൻ്റെ മുന്നിൽ വരാതിരിക്കില്ല. അവൻ്റെ മനസ്സ് പറയും, നല്ല ആളുകളും ഈ ലോകത്തുണ്ട്, അതുകൊണ്ട് എനിക്ക് നന്നായി ജീവിക്കണം എന്ന് തോന്നിപ്പോവും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളതായിട്ടുള്ള നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. അവരാണ് ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നവർ. അതുകൊണ്ട് നമുക്കും എന്തെങ്കിലും നമ്മളുള്ള നന്മ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു നന്മയുടെ വിത്ത് വിതച്ചുകൊണ്ട് ഈ ലോകത്തെ താങ്ങി നിർത്താനുള്ള കരമായിട്ട് പ്രവർത്തിക്കാം. അതുകൊണ്ട് നിങ്ങളും ഇന്നു മുതൽ കഴിയുന്ന ഒരു ചെറിയ നന്മയെങ്കിലും ചെയ്തുകൊണ്ട് ഈ ലോകത്തെ നന്മയുടെ വിത്തിടുന്ന കാര്യത്തിൽ, ഈ ഭൂമിയെ താങ്ങി നിർത്തുന്ന കാര്യത്തിൽ സഹായികളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.